കുറുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അദ്ദേഹം സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന പരിപാടി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കുറുപ്പിന് നമുക്കറിയാം ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഏറ്റവും നല്ല റിലീസിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊമോഷനിൽ തിയേറ്ററിൽ എത്തിയൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കിങ് ഓഫ് കൊത്ത ആസ് എ പ്രോഡക്റ്റ് വൺ ഫെയിലർ ആയിരുന്നു. ആസ് എൻ ആക്ടർ ദുൽഖറും വലിയ ഫെയിലർ ആയിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ സിനിമയുടെ ഒരു പ്രൊമോഷൻ, ഈവൻ അതിൻ്റെ ടീസർ ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടുള്ള രീതികൾ, അങ്ങനെ തുടങ്ങി പല പരിപാടികളും ഒരു പക്ഷേ മോളിവുഡിൽ അങ്ങനെ ഒരു യൂത്ത് ആക്ടർ അല്ലെങ്കിൽ ഒരു യൂത്ത് പ്രൊഡ്യൂസർ ചെയ്യാത്ത രീതിയിലുള്ളതായിരുന്നു. ഇപ്പോൾ ലോക വരുന്ന സമയത്താണെങ്കിലും ലോക വേഫറിൻ്റെ ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ അത് റിലീസ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടന്റ് നോക്കിയ സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം അങ്ങനെ ഒരു കണ്ടന്റിനെ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ലാതെ ഒരു 40 കോടിയോളമൊക്കെ മുടക്കിയിട്ട് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കും ധൈര്യം വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ ധൈര്യം എടുത്തെടുത്താണ് ലോകയുടെ ക്രിയേറ്റീവ് ടീമിനോടൊപ്പം തന്നെ ദുൽഖറിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത്.